ആദ്യം നോക്കാൻ പോകുന്നത് ജോലി സമയക്രമമാണ്. ഇത് കിട്ടുന്ന സ്ഥാപനം പോലെ ഇരിക്കും, സ്ഥാപനത്തിൻ്റെ ഷിഫ്റ്റുകൾ പോലെ ഇരിക്കും. സാധാരണയായി 9 മുതൽ വൈകിട്ട് 5 വരെയാണ് കാണാറുള്ളത്. പക്ഷേ ഹോസ്പിറ്റലുകളിലും ഡേ കെയറിലും ഒക്കെ മാത്രമാണ് ഈ പറഞ്ഞ പോലെ ഡേയും നൈറ്റും ഡ്യൂട്ടി ഉണ്ടാവുക. ഇനിയും ഇവരുടെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കാം. ശിശുക്കളുടെയും വനിതകളുടെയും പരിചരണം, അതായത് അങ്കണവാടികൾ, ഡേ കെയർ, ആശുപത്രികളിൽ ഉണ്ടായ കുട്ടികൾ അവരെ കുളിപ്പിക്കൽ, അതുപോലെ തന്നെ അവരുടെ വസ്ത്രം മാറൽ മുതലായ പ്രവർത്തനങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്. അടുത്തത് ഗൃഹപരിചരണം, അതായത് വസ്ത്രങ്ങൾ കഴുകി ശുദ്ധീകരിക്കുക. പറഞ്ഞ പോലെ അങ്കണവാടികളിൽ, ഹോസ്പിറ്റലുകളിൽ ഡ്രസ്സിങ് ചെയ്യുക, ക്ലീനിങ് ചെയ്യുക, ഇതൊക്കെയാണ് രണ്ടാമത്തെ സെക്ഷനിൽ ഉൾപ്പെടുന്നത്. അടുത്തത് കുട്ടികളുടെ ജീവിതാവശ്യങ്ങളിൽ സഹായിക്കുക. അതായത് സ്കൂളുകളിലൊക്കെ ആയിട്ട് കിട്ടിയാൽ സ്കൂൾ ബസ്സുകളിൽ കുട്ടികളെ വീടുകളിലേക്ക് കൊണ്ടുപോവുക, രാവിലെ അവരെ കൊണ്ടുപോവുക, സ്കൂളിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ കുട്ടികളെ പാർക്കിലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് കുട്ടികളെ വീഴാതെ, ടൂറുകളിലൊക്കെ പോകുമ്പം എല്ലാ സ്കൂളിലും ഒരു ആയമാരെ അവർ നിയമിക്കും. അതാണ് മൂന്നാമത്തേതിൽ പെടുന്നത്. 4 ശുചിത്വം ഉറപ്പുവരുത്തുക. ടോയ്ലറ്റുകൾ, അതുപോലെ തന്നെ മുറികൾ അടിച്ചു വാരുക, വൃത്തിയാക്കലാണ് മെയിനായിട്ടും ഇതിലുള്ളത്. ഇത് കിട്ടുന്ന പോസ്റ്റ് പോലെ ഇരിക്കും. ഇനി ജോലി ചെയ്യേണ്ട സ്ഥലങ്ങൾ നോക്കാം. 1 ഗവൺമെൻറ് ആശുപത്രികളാണ്, അതായത് മെഡിക്കൽ കോളേജുകൾ, ജനറൽ ആശുപത്രികൾ, താലൂക്ക് അല്ലെങ്കിൽ സാമൂഹിക കേന്ദ്രങ്ങൾ മുതലായ സ്ഥലങ്ങൾ. അതുപോലെ വാർഡുകൾ, അതായത് ഓരോ സെക്ഷനിലും ഓരോ ആശുപത്രിയിലും ഓരോ വാർഡുകളുണ്ടാവും. വാർഡുകളിൽ അല്ലെങ്കിൽ ശുശ്രൂഷ സെൻറ്ററുകൾ. അടുത്തതാണ് ബാലസദനങ്ങൾ, എന്ന് വെച്ചാൽ ഓർഫനേജ് ആണ് വരുന്നത്. ഇവിടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ബാലസംരക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ അംഗീകൃത ശിശുഭവനങ്ങൾ, ഇവിടെയൊക്കെയാണ് എടുക്കുന്നത്. അടുത്തത് അങ്കണവാടികൾ. ഇവിടെ കിട്ടുകയാണെങ്കിൽ ഭയങ്കര ലക്കാണ്, കാരണം അടുത്തുള്ള ഏതെങ്കിലും അങ്കണവാടികളിലായിരിക്കും പോസ്റ്റ് ലഭിക്കുക. പോയി വരാനുള്ള ദൂരം മാത്രമേ കാണുകയുള്ളൂ. ഒരു ICDS പദ്ധതികളുടെ ലിസ്റ്റിലാണ് ഇത് വരുന്നത്. ഹെൽപ്പറായിട്ടാണ് ഇത് വർക്ക് ചെയ്യേണ്ടത് അങ്കണവാടിയിൽ. അടുത്തത് ഓൾഡ് ഏജ് ഹോംസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ സംസ്ഥാന സാമൂഹ്യ വകുപ്പിൻ്റെ കീഴിൽ നിൽക്കുന്ന അനാഥാലയങ്ങളിൽ കഴിയുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങൾ, ഇവിടെയൊക്കെ ആയിരിക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. വയോജനാശ്രയ കേന്ദ്രങ്ങൾ. ഇത്രയും സ്ഥലങ്ങളിലേക്കാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് നടക്കുന്നത്. ഈ ജോലി നടക്കുന്നത് കേരളം മുഴുവനായിട്ടായിരിക്കും. അതിനാൽ ഓരോ ജില്ലയിലും നമ്മൾ ഏത് ജില്ലയിലാണോ ആദ്യം അപ്ലൈ ചെയ്തത് അവിടെയായിരിക്കും ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ മാർക്ക് അനുസരിച്ചായിരിക്കും ജോലി നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മെഡിക്കൽ കോളേജുകൾ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം തുടങ്ങിയ മെഡിക്കൽ കോളേജുകൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ എടുക്കണമെങ്കിലും അതായത് നമ്മൾ ആദ്യം വെച്ച ഏത് ജില്ലയാണോ ആ ജില്ലയിൽ നമ്മുടെ ലിസ്റ്റിൽ നമ്മുടെ പേര് എത്രാമതാണോ അതിൻ്റെ ജോലി നൽകിയ ശേഷം മാത്രമേ കിട്ടുകയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ PSCയിൽ വന്നാൽ പോസ്റ്റിംഗ് അഡ്വൈസ് മെമ്മോ വരും നിങ്ങൾക്ക്. ആ മെമ്മോയിൽ നിങ്ങൾക്ക് ഏതാണോ പറഞ്ഞിട്ടുള്ളത് ആ ജോലി സ്ഥലമാവും നിങ്ങൾക്ക് ലഭിക്കുക. ജോലി സ്ഥലം ലഭിക്കണമെങ്കിൽ പറഞ്ഞിരുന്നു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ പോസ്റ്റ് നിർണ്ണയിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.